ഏറ്റവും ഇഷ്ടം ആ പൂജയാണ്. പൂവും ശംഖും മറ്റേ പൂജാ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പൂജയെക്കാളും ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആ അശ്രുപൂജയാണ്. അത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് അശ്രു ഒഴുക്കാനുള്ള കാരണം ഉണ്ടാക്കി തരും ചെയ്യും. എന്തായാലും അവിടെ അങ്ങനെ സൽക്കരിച്ചു. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 85-ാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കണം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നെൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നെൻ. ഓം ജനകായ നമ. ഓം ജനയന്യേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്ദ്രപ്രസ്ഥത്തിലിന്ദ്രപ്രിയസുതനെ നിനച്ചുള്ളിലൗത്സുക്യവേഗാൽ വന്നെത്തി ഭീമനാലെ മഗധപതിയെയും കൊന്നു നാടും ജയിച്ചു. ധന്യാത്മാ രാജസൂയം നരപതിപത സാധിച്ചതും ധർമ്മജൻ താൻ ഒന്നായി ചൈദ്യനപ്പോൾ മധുമഥന ഭവാനോടതും കൈതൊഴുന്നേൻ. ഉദാനത്തിൻ്റെ കർണാമൃതത്തിൽ രാജസൂയം വർണ്ണിക്കുന്ന ശ്ലോകമാണ്. ഈ രാജസൂയം എന്നുള്ള കഥ ഭാഗവതത്തിലെ 6 ദശകങ്ങളോടുകൂടി പറയണ 6 അധ്യായങ്ങളായിട്ട് പറയണ ഈ ഒരു കഥ, രാജസൂയം കഥ ആണ് ഈ 85-ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂര് സംഗ്രഹിച്ചിട്ടുള്ളത്. രാജസൂയം പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ചാനലിൽ തന്നെ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ജരാസന്ധ വധം എന്ന് പറയുന്ന ഒരു പുരാണ കഥയുടെ രൂപത്തിൽ രാജസൂയം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഉദ്യമത്തിൽ ബലമേ വൈകുണ്ഠ എന്ന് പറയുന്ന നമ്മൾ ഈ ഭഗവാന് ചെയ്യണ നാരായണീയ അർച്ചന എന്ന് പറയുന്ന ഈ ഉദ്യമത്തിൽ 85-ാമത്തെ ദശകത്തിൽ രാജസൂയം എന്നുള്ള കഥ നമുക്കൊന്ന് ചുരുക്കി കണ്ണോടിക്കാം അല്ലേ. ഭഗവാന്റെ കാരുണ്യം പോലെ നമുക്ക് ഒന്ന് കഥ ചുരുക്കി പറഞ്ഞ് ആ ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദശകത്തിൽ സമന്ത പഞ്ചക തീർത്ഥയാത്രയാണ് പറഞ്ഞത്. ഈ ദശകത്തിൽ പറയുകയാണ് മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ കാരണം ഉണ്ടായ സംഭവങ്ങൾ അതെന്തൊക്കെയാണ്. രാജസൂയം മുതലായിട്ടുള്ള ആ സംഭവ വികാസങ്ങളാണ് പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ഭഗവാൻ വാണരുന്ന ആ രാജ്യത്ത് യാതൊരാൾക്കും ഒരു ദുഃഖമോ ഒരു സങ്കടമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. കാരണം അധർമ്മം വർത്തിക്കില്ല. ഭഗവാൻ ഉള്ള സ്ഥാനത്ത് അധർമ്മം ഉണ്ടാവില്ല അല്ലേ. അല്ലെങ്കിൽ അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാൻ അവതരിക്കണു ധർമ്മത്തിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാരണം ആ പ്രജകളെല്ലാവരും സന്തോഷവാന്മാരായിട്ട് അങ്ങനെ കഴിയണ ആ കാലത്ത് ഒരു ദിവസം ആ സുധർമ്മ എന്ന് പറയുന്ന ഭഗവാന്റെ രാജധാനിയിലേക്ക് ഒരു വിഷമം പറയാൻ ഒരു വ്യക്തി വന്നു ചേർന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ഒരു അസ്വാഭാവികത ഉണ്ടെന്നാണ്. അത് പറയാനാണ് ആദ്യം പറഞ്ഞത്. ഭഗവാൻ ഭരിക്കണ ആ രാജ്യത്ത് ദുഃഖങ്ങളില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അതാ പറയണു ഇല്ല, ഒരു ദൂതൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിലെ അല്ല, അടുത്തുള്ള ആ മഗധ രാജധാനിയിലുള്ള ഒരു ദൂതനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മഗധയുടെ രാജാവ് ആരാ? ജരാസന്ധനാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ജരാസന്ധൻ അനേകം പ്രാവശ്യം ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വന്നു അല്ലേ. അങ്ങനെ വന്നിട്ട് അവസാനം ആ ജരാസന്ധനിൽ നിന്ന് ഓടുകയാണ് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തൻ്റെ ആ പ്രജകളെ എല്ലാവരെയും മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് മാറ്റി
അങ്ങനെ പിന്നെ ജരാസന്ധൻ വന്നിട്ടില്ല. അയാൾ തീരുമാനിച്ചു ഞാൻ ജയിച്ചു എന്നുള്ള ഭാവം. ഭഗവാനാണെങ്കിൽ വേറെ ചില പദ്ധതികളാണ്. അപ്പോൾ ആ പദ്ധതികൾ എന്താണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോണത്. എന്തായാലും ഈ ജരാസന്ധൻ അനേകം രാജാക്കന്മാരെ അവിടെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എണ്ണൊക്കെ പറയുന്നുണ്ട്, 20,800 രാജാക്കന്മാരെ അങ്ങനെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്. എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദിഗ്വിജയം നടത്തിയിട്ട് ഇങ്ങനെ രാജാക്കന്മാരെ തുറുങ്കിൽ അടച്ചിട്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടദേവതയ്ക്ക്. ഇങ്ങനെ ആ ഒരു നല്ലതല്ലാത്ത രീതിയിൽ അല്ലേ, ആ ദുർവിചാരത്തോടു കൂടി ഒരു പൂജ, ഒരു ആരാധന എന്നുള്ള മട്ടിലൊക്കെ ഇദ്ദേഹം കാണിക്കാൻ പുറപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ആ രാജാക്കന്മാർ അവരാണെങ്കിൽ വളരെയധികം വ്യസനിച്ചുകൊണ്ട് കഴിയുകയാണ് ഈ ജരാസന്ധൻ്റെ ആ ക്രൂരത കാരണം, ആ ദുഷ്ടത കാരണം. അപ്പോൾ അവരെ രക്ഷിക്കാൻ ആരുമില്ല. ഇനി അധികം വൈകാതെ അവരെ വധിക്കും. അപ്പോൾ അതിനു മുൻപ് ആ ഭഗവാന്റെ ഒരു ദർശനം വേണം അല്ലേ, ഭഗവാന്റെ കാൽക്കലൊന്ന് വീഴണം. ഇത്രയും കാലം രാജ്യം പിടിച്ച് വാങ്ങാനും അതേപോലെ യുദ്ധത്തിന് പോയിട്ടും മറ്റുള്ള പ്രജകളെ എല്ലാവരെയും ദ്രോഹിച്ചും കൊണ്ടും അധർമ്മം ചെയ്തിട്ടും ഒക്കെ കഴിഞ്ഞു കൂട്ടി അല്ലേ. ആ ഒരു കുറ്റബോധം ആ രാജാക്കന്മാരുടെ ഉള്ളിലുണ്ട് എന്നാണ്. ഇനിയെങ്കിലും ഇവിടെ ആ വധം ഉറപ്പായിരിക്കണമെന്നാണ് പറയണത്. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആ ഭഗവാന്റെ ആ ഒരു ചിന്ത വരുന്നത് പോലെ ഇവിടെ അതാ പറയുകയാണ്, ആ ഭഗവാനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നുണ്ടെങ്കിൽ, ഭഗവാൻ ഞങ്ങൾക്ക് ആശ്രിത രക്ഷകനായിട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾക്ക് ഇനി നാഥൻ ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഭഗവാനെ രക്ഷിക്കണേ എന്നുള്ള മട്ടിൽ അപ്പോൾ എങ്ങനെ ഇത് ഭഗവാനെ അറിയിക്കും, അതിനു വേണ്ടിയിട്ടാണ് അവർ തന്ത്രപൂർവ്വം ഒരു ദൂതനെ അയച്ചു എന്നാണ് പറയുന്നത്, ഈ വിഷമം ഉണർത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ദൂതനാണ് വന്നിട്ടുള്ളത് ദ്വാരകയിൽ. അപ്പോൾ ആ ദൂതൻ പറയുകയാണ്, ഇങ്ങനെ അനേകം രാജാക്കന്മാരുടെ ദൂതൻ ആയിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അവരെ മോചിപ്പിക്കണം, അവർക്ക് ഭഗവാനെ ഒരു നോക്ക് കാണണം, ഭഗവാനെ ഒന്ന് നമസ്കരിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, അപ്പോൾ അവരെ മോചിപ്പിക്കണേ, ജരാസന്ധൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണേ എന്നുള്ള മട്ടിൽ പറയുമ്പോൾ ഭഗവാൻ പുറപ്പെടുകയാണ്. ആ യുദ്ധം മനസ്സിൽ കണ്ടുകൊണ്ട് സൈന്യസമേതം അങ്ങോട്ട് പുറപ്പെടാൻ ഇറങ്ങണ സമയത്താണ് വേറൊരു വിദ്വാൻ വരുന്നത്. ആരാ? ആ ഭക്തിയോഗത്തിൻ്റെ ആ ഒരു ഉപജ്ഞാതാവായിട്ടുള്ള അല്ലേ, ഏറ്റവും നമ്മൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുരുവരൻ അല്ലേ, ഉത്തമനായിട്ടുള്ള ഗുരുനാഥൻ, ആ നാരദ മഹർഷി അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരാണ്. നാരദ മഹർഷി എന്താ പറയുന്നത്? ഇവിടെ പറയുകയാണ്, അങ്ങയുടെ ആ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ അവർ രാജസൂയം എന്ന് പറയുന്ന ഒരു യാഗം ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന്. അപ്പോൾ സഹോദരന്മാരെന്ന് പറയാൻ കാരണം എന്താ? ഭഗവാന്റെ അച്ഛൻ പെങ്ങളാണ് കുന്തിദേവി, ഭഗവാന്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയാണ് പ്രഥ അഥവാ കുന്തിദേവി. അങ്ങനെയുള്ള കുന്തിപുത്രന്മാർ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സഹോദരന്മാർ തന്നെയാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പാണ്ഡവന്മാർ അവർ അവിടെ അതിഗംഭീരമായിട്ട് ഒരു രാജസൂയ യാഗം ഇന്ദ്രപ്രസ്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഭഗവാൻ എല്ലാം മേൽനോട്ടം വഹിച്ച് ഭംഗിയാക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അങ്ങോട്ട് എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സന്ദേശം എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി വന്നിട്ടുള്ളത്. അപ്പോൾ ഭഗവാന് അവിടെ സംശയമായി എന്ന് ഭഗവാൻ നടിച്ചു എന്നാണ് പറയുക ഭാഗവതത്തിൽ. കാരണം ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്. എന്താണ് ഇനി വേണ്ടത്, ഇപ്പോൾ മഗധയ്ക്ക് പോകണോ അതോ ഇന്ദ്രപ്രസ്ഥത്തേക്ക് പോകണോ, അങ്ങനെ ഒരു സംശയമൊന്നും ഭഗവാൻ ഉണ്ടാവാൻ പാടില്ല, ഇല്ലേനും. പക്ഷേ അവിടെ തൻ്റെ ഭക്തനെ ഒരു കേമത്തം കൂട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള മട്ടിൽ ഭഗവാൻ അഭിനയിക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? കാരണം മഗധയ്ക്കും വിളിക്കുന്നുണ്ട്, ഇന്ദ്രപ്രസ്ഥത്തിലേക്കും വിളിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല ഭഗവാൻ അല്ലേ. ആ 10,000 കോടി ഗോപികമാരുടെ കൂടെ അവിടെ ഒരേ സമയത്ത് അത്രയധികം കൃഷ്ണസ്വരൂപങ്ങൾ സ്വീകരിച്ച് രാസക്രീഡ ആടിയ ആളാണ്. അല്ലെങ്കിൽ ഇവിടെ 16,208 പത്നിമാരുടെ കൂടെ അത്രയും കൃഷ്ണസ്വരൂപങ്ങൾ സ്വീകരിച്ചിട്ട് വിഹരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാനാണോ ഇപ്പോൾ 2 സ്വരൂപം സ്വീകരിച്ച് 2 ഭാഗത്തേക്കും പോകാൻ ബുദ്ധിമുട്ട്? പക്ഷെ ഭഗവാന്റെ പദ്ധതി വേറെന്തോ ആണ്. അത് തൻ്റെ നാവുകൊണ്ടല്ല, തൻ്റെ ഭക്തന്റെ നാവുകൊണ്ട് കേൾക്കണം. അത് കാരണം ഉദ്ധവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ മന്ത്രി അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉദ്ധവ, ഇതിപ്പോൾ വലിയ ധർമ്മസങ്കടം ആയില്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഉദ്ധവൻ പറയുകയാണ്, ഭഗവാനെ അങ്ങേക്ക് ഒന്നും അറിയാത്ത ആളൊന്നുമല്ല, എന്നാലും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ പറയാമെന്ന് മാത്രം. എന്താണ്? ഈ രാജസൂയം നടത്തുന്ന സമയത്ത് ദിഗ്വിജയം ചെയ്യണം. അന്ന് ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി അവരുടെ ആ ഒരു സമ്മതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അനുകൂല അവസ്ഥയിൽ മാത്രമേ ആ രാജസൂയം, അവരെയൊക്കെ ജയിച്ചതിന് ശേഷമേ ആ രാജസൂയം നടത്താൻ പാടുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ എതിര് നിൽക്കാൻ ഏറ്റവും മുന്നിൽ ഉണ്ടാവും ജരാസന്ധൻ, കാരണം അധർമ്മിയാണ്. അപ്പോൾ ആ സമയത്ത് ആ യുദ്ധത്തിൽ ജരാസന്ധനെ അവിടെ വധിക്കുകയും ചെയ്യാം, ആ രാജാക്കന്മാരെ രക്ഷിക്കുകയും ചെയ്യാം, രാജസൂയ അവിടെ നടത്തുകയും ചെയ്യാം. അപ്പോൾ
എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ രാജസൂയം തുടങ്ങുക എന്നുള്ള ഒരു കർമ്മം കൊണ്ട് മാത്രം അവിടെ നമുക്ക് ഭംഗിയാക്കാമെന്നും പറയുകയാണ്. അപ്പോൾ അവിടെ ഉദ്ധവരുടെ ആ ബുദ്ധിനെയൊക്കെ കേമായിട്ട് പ്രശംസിക്കുന്നുണ്ട് അല്ലേ. താൻ തോന്നിപ്പിച്ചത് തന്നെയാണ് അല്ലേ, അത് തോന്നിപ്പിച്ചു എന്ന് മാത്രമല്ല ഉദ്ധവരുടെ വായിന്ന് കേൾക്കും വേണം, അപ്പോഴല്ലേ ഉദ്ധവന് കേമത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കളിച്ചതാണ്, എന്നാലും അവിടെ അഭിനയിക്കണു ഉദ്ധവരുടെ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശംസിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഉദ്ധവർ പറഞ്ഞതിനനുസരിച്ച് കുടുംബം പുറപ്പെടുകയാണെന്നാണ്. എല്ലാ പത്നിമാരുടെയും എല്ലാ പുത്രന്മാരുടെയും എല്ലാവരുടെയും കൂടെ കടല് അങ്ങോട്ട് എങ്ങനെയാ കരയിലേക്ക് കയറി വന്ന് എങ്ങനെയാവും ആ ഒരു രീതിയിലാണ് ഭാഗവതത്തിലൊക്കെ പറയുക. എന്തായാലും അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ സമയത്തും അതേ യുധിഷ്ഠിരർക്ക് വലിയ സന്തോഷമായി അല്ലേ. ഭഗവത് ഭക്തനാണ്, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണ ആരും ഇനി അത് കൃഷ്ണഭക്തനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കൃഷ്ണഭക്തൻ തന്നെയാണ് അല്ലെ. ഇവിടെ പ്രത്യേകിച്ചുമാണ്, ഇനി നിങ്ങൾ കൃഷ്ണൻ എന്നുള്ള പേര് കേട്ടിട്ടേ ഇല്ല അല്ലെ, ഞാൻ ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് പറയുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ധർമ്മത്തിൽ ഉറച്ചാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളിൽ സന്തോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ധർമ്മവും കൃഷ്ണനും രണ്ടും രണ്ടല്ല, ഒന്നാണ്. അത് ഈ ഒരു സന്ദേശം പറയാൻ വേണ്ടി മാത്രമാണ് ഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെ. ധർമ്മവും കൃഷ്ണനും ഒന്നാണ്, രണ്ടല്ല. അപ്പോൾ ധർമ്മത്തിലെ ഉറച്ച മനസ്സാണെന്ന് മാത്രമല്ല ഭഗവാനോട് വലിയ ഭക്തിയാണ് ഈ യുധിഷ്ഠിരർക്ക്. അങ്ങനെയുള്ള ആ ഏട്ടൻ അവിടെ വന്നിട്ട് ആ ഭഗവാനെ വളരെയധികം ഭക്തിയോടുകൂടി അവിടേക്ക് സൽക്കരിക്കുന്നുണ്ട്. എവിടെ പറയാറുണ്ട്, മറവി സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ വരുമ്പോഴേക്കും ഭഗവാനെ ആനയിക്കാനും പൂജ ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ ഇങ്ങോട്ട് കണ്ടപ്പോഴേക്കും സകലതും മറന്നുപോയി എന്നാണ് പറയുന്നത്. അവിടെ അശ്രുപൂജയാണ് നടത്തുന്നത്. ആ കണ്ണീരോടുകൂടി ആ സന്തോഷാശ്രുക്കള് അങ്ങനെ ഒഴുക്കിയും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഭഗവാനെ തന്നിലേക്ക് അങ്ങോട്ട് എടുത്തും കൊണ്ട് അങ്ങനെ പൂജിച്ച സമയത്ത് ഭഗവാനും വലിയ സന്തോഷമായി. ഏറ്റവും ഇഷ്ടം ആ പൂജയാണ്. പൂവും ശംഖും മറ്റേ പൂജാ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പൂജയെക്കാളും ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആ അശ്രുപൂജയാണ്. അത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് അശ്രു ഒഴുക്കാനുള്ള കാരണം ഉണ്ടാക്കി തരും ചെയ്യും. എന്തായാലും അവിടെ അങ്ങനെ സൽക്കരിച്ചു. ഇവിടെ പറയണു ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുടെ ചുമതല കൊടുത്തു എന്നാണ് പറയുക രാജസൂയത്തിന്. അങ്ങനെ തുടങ്ങി. പിന്നെ ദിഗ്വിജയമാണ് വേണ്ടത്. ദിഗ്വിജയത്തിന്റെ ആ സമയത്ത് ഈ 4 അനുജന്മാരെയും 4 ദിക്കിലേക്ക് അയച്ചു എന്ന് പറയുന്നു. ജരാസന്ധന്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് യുദ്ധപ്രാവീണ്യം മാത്രം പോരാ, കുറച്ച് തന്ത്രവും കൂടി വേണം. അതിന് ഏറ്റവും നല്ലത് ഭഗവാനെ കൂടെ അയക്കുക എന്നുള്ള ഭാവത്തില് ഭഗവാനെയും ഭീമനെയും അർജുനനെയും കൂടിയാണ് മഗധ രാജധാനിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടി അവിടെ എത്തുകയാണ്. എത്തുന്ന സമയത്തെ ഭഗവാൻ പറയുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടക്കില്ല, ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് വേഷം മാറി പോവുക, ബ്രാഹ്മണരുടെ വേഷം എടുത്ത് പോവുക എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ജരാസന്ധനൻ വലിയ ബ്രാഹ്മണ ഭക്തനാണ്. അന്നത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, എത്ര ദുഷ്ടന്മാരായാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാവും. ഇപ്പൊ ഈ ജരാസന്ധനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണർ എന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കുന്ന ആളാണ്. അത്രയും ആരാധനാ മനോഭാവമാണ് ബ്രാഹ്മണരോട്. അപ്പൊ പറയുകയാണ്, നമ്മുടെ കാര്യം വിചാരിച്ചതുപോലെ നടക്കണം വെച്ചാൽ ഏറ്റവും നല്ലത് ബ്രാഹ്മണ വേഷത്തിൽ പോവുകയാണ്. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ ഇല്ലേ, തിരുവായിക്ക് എതിർവായി ഇല്ല എന്ന് പറഞ്ഞ പോലെ ആയിക്കോട്ടെ എന്നാ എല്ലാവരും 3 പേരും അതേ ബ്രാഹ്മണരുടെ വേഷം എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ പോയി ജരാസന്ധൻ കേമായിട്ട് സൽക്കരിക്കും, ഇരുത്തിയിട്ട് ചോദിക്കുകയാണ് അല്ലെ, ഭക്തിയോട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത്. അപ്പൊ ഈ ചോദിക്കുന്ന സമയത്തും അവരെ കാണുന്ന സമയത്തും സൽക്കരിക്കുന്ന സമയത്തും ഒക്കെ ഈ ജരാസന്ധന് ഒരു സംശയം ഇല്ല, എവിടെയോ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് ഇവരെ, പക്ഷെ എവിടെയാന്ന് മനസ്സിലാവില്ല. ഈ വേഷത്തിൽ വന്ന കാരണം മനസ്സിലാവണില്ല. അപ്പൊ പറയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ആരാന്നൊക്കെ പറയാം, പക്ഷെ ആദ്യം ഞങ്ങൾക്ക് വാക്ക് തരണം, ഞങ്ങൾ ചോദിക്കണ സാധനം തരും എന്നുള്ളത് വാക്ക് തരണം എന്ന് പറയാം. അപ്പൊ ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും കൊടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ, വിരോധമില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറയണ സമയത്ത് പറയാണ്, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടതെന്നാ, ദാനമായിട്ട് വേണ്ടത് യുദ്ധമാണ്. അപ്പോൾ ജരാസന്ധൻ അത്ഭുതമായി. കാരണം ബ്രാഹ്മണർ യുദ്ധം ചെയ്യില്ല, ക്ഷത്രിയരാ ചെയ്യുക. ഇവരിപ്പോൾ വന്നിട്ടുള്ളത് ബ്രാഹ്മണരാണ്, ദാനമായിട്ട് ചോദിക്കുന്നത് യുദ്ധമാണ്. അപ്പോൾ പറയുകയാണ്, ശരി, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല, ഞാൻ നിങ്ങൾക്ക് യുദ്ധം തരാം, പക്ഷെ നിങ്ങൾ ആരാണ്? കാരണം ബ്രാഹ്മണർ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. അപ്പൊ അങ്ങനെ വാക്ക് കിട്ടിയതിന് ശേഷം ഭഗവാൻ പറയുകയാണ്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഇങ്ങനെ തുറപ്പിച്ചു നോക്കൊന്നും വേണ്ട, ഞങ്ങൾ പരിചയമുണ്ട് ജരാസന്ധന്. എന്താന്ന് വെച്ചാൽ ഇത് ഇരിക്കുന്ന ആള് ഭീമസേനനാണ് അല്ലെ, പാണ്ഡവ ശ്രേഷ്ഠനായിട്ടുള്ള ഭീമസേനനാണ്. ഇത് മധ്യമ പാണ്ഡവനായ അർജുനനാണ്. പിന്നെ ഞാൻ എന്നോട് എത്ര തവണ യുദ്ധം ചെയ്ത് തോറ്റിട്ടുണ്ട് അല്ലേ, ആ കൃഷ്ണൻ തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും ജരാസന്ധൻ അവിടെ ക്രോധമല്ല, പൊട്ടിച്ചിരിക്കുകയാണെന്നാ പറയുന്നത്. ഇവർക്ക് എന്നോടുള്ള ഭയം കാരണം വേഷം മാറി വരേണ്ടി വന്നുവല്ലോ, ഇങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ട് വേണ്ടി വന്നുവല്ലോ എന്നുള്ള ഭാവത്തിൽ അവിടെ ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഭീമസേനൻ മദീന പറയണ. കാരണം മറ്റുള്ള 2 പേരെന്ന് പറഞ്ഞാൽ, കൃഷ്ണ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല, കാരണം 17 പ്രാവശ്യം ഞാൻ തോറ്റു എന്നുണ്ടെങ്കിലും 18ാമത് വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് ഓടിയ ആളാ,
ഓടിപ്പോയിട്ട് ദ്വാരകയിൽ പോയിട്ട് അവിടെ താമസാക്കിയ ആളാണ്. അപ്പം അങ്ങനെ പേടിച്ചോടുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ യുദ്ധം ചെയ്യില്ല. പിന്നെ അർജുനൻ എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, അത് കുട്ടിയാണ് അല്ലേ. പിന്നെയും ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു ഭാവം അത് ഭീമന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭീമനോടാവാം എന്ന് പറയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ടാൾക്കും ഇഷ്ടമുള്ള ആയുധം ഗദയാണ്. അങ്ങനെ അവിടെ ഗംഭീരമായിട്ട് ഗദായുദ്ധം ആരംഭിച്ചു എന്നാണ് പറയുക. അനേകം ദിവസങ്ങൾ അവിടെ യുദ്ധം നടന്നു. ഈ ഭീമസേനാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ഒരു അഹന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇയാളിപ്പോൾ എന്താ, ഇപ്പോൾ ഞാൻ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തീർത്തു തരാൻ കൃഷ്ണ എന്നുള്ള മട്ടിലാണ് പോയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടത്. പക്ഷേ അനേകം ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഈ ജരാസന്ധനെ, ഒരു മാസമൊക്കെ ആവാനായി എന്നാണ് പറയുന്നത്, എന്നിട്ടും ഈ ജരാസന്ധനെ വീഴ്ത്താൻ പറ്റണില്ല എന്ന് മാത്രമല്ല, ഭീമസേനന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു പോവുകയാണ്, ബലം മുഴുവൻ ക്ഷയിച്ചു പോവുകയാണ്. അങ്ങനെ എന്നാൽ ഈ യുദ്ധത്തിന്റെ സമയത്ത് മാത്രമേ ശത്രുത ഉള്ളൂ കേട്ടോ. അന്നത്തെ ആ ക്ഷത്രിയ ധർമ്മം കൂടി പറയുകയാണ്. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് മാത്രം ആ ശത്രുക്കളെ പോലെ യുദ്ധം ചെയ്യും. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും ഉറക്കവും ഒക്കെ ഒരുമിച്ചാണ്. അപ്പൊ ആ ഒരു ഭാവമാണെന്ന് അർത്ഥം. അന്നത്തെ ആ ധർമ്മത്തിന്റെ മഹാത്മ്യം കാണിക്കുകയാണ്. എന്തായാലും കൃഷ്ണനോട് പോയിട്ട് പറയാണ്, വയ്യ, ഇനി എനിക്ക് വയ്യ, ഞാൻ ഒന്നുകിൽ നാളെ അവിടുന്ന് ഓടിപ്പോവും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കഥ കഴിയും, ഏതെങ്കിലും ഒന്നുണ്ടാവും. കാരണം എനിക്ക് പറ്റണില്ല ജരാസന്ധനോട് യുദ്ധത്തിൽ എതിർത്ത് നിൽക്കാൻ തന്നെ പറ്റണില്ല, പിന്നെയാണ് ഇപ്പോൾ വധിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഭഗവാൻ പറയാണ്, പേടിക്കണ്ട ഏട്ടാ, നാളെ ശരിയാക്കാം, ഒക്കെ ശരിയാക്കാം എന്നുള്ള ഭാവത്തിൽ പറയുകയാണ്. നോക്കൂ, ഇപ്പോൾ ആ അഹങ്കാരം ഉടഞ്ഞു എന്നാണ് പറയുക ആചാര്യന്മാർ. ആദ്യം അഹന്ത ഉണ്ടായിരുന്നു, എനിക്ക് സാധിക്കാത്തത് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അത് നല്ലോണം പാകമായപ്പോൾ ഭഗവാൻ ആയിക്കോട്ടെ. പിറ്റേ ദിവസം യുദ്ധത്തിന് പോകുമ്പോൾ വീണ്ടും ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യണു. ഭഗവാന്റെ ആ ഒരു വാക്ക് ഒക്കെ ശരിയായിക്കോളും ഏട്ടാന്ന് ഭഗവാൻ അങ്ങോട്ട് പറയുമ്പോഴേക്കും ഭഗവാന്റെ ശക്തി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാ പറയുക അല്ലെ. നമ്മളൊക്കെ അതെ, എന്തൊരു കാര്യവും നമുക്ക് ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ല ശ്രേഷ്ഠത പോട്ടെ, ഏതൊരു രീതിയിലായാലും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു കാരുണ്യം, അത് ചെയ്തോട്ടെ എന്നുള്ളൊരു ഭാവം, ആ ഒരു കാരുണ്യം നമ്മളോട് തോന്നണില്ലേ, അപ്പോഴേ നമുക്കത് ചെയ്യാൻ സാധിക്കണുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ അങ്ങോട്ട് വിചാരിക്കലും അതിശക്തിയോടുകൂടി അവിടെ ചെല്ലുകയാണ് യുദ്ധത്തിന്. ശക്തിയോടുകൂടി യുദ്ധം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടും ശരി, വീഴ്ത്തുന്നുണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ടാമത് എണീറ്റ് വരും, വീണ്ടും യുദ്ധം, ഇങ്ങനെ തുടർന്ന് പോവാന്നല്ലാണ്ട് വധിക്കാൻ സാധിക്കണില്ല ഭീമന്. അപ്പോൾ ഭഗവാന്റെ നേർക്ക് നോക്കിന്നാലേ നമ്മളൊക്കെ അതെ, ആദ്യമൊക്കെ നമുക്ക് തോന്നും പറ്റും, എന്നെ കൊണ്ട് എന്താപ്പോൾ പറ്റായ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തിനും പറ്റണ ആളാണെന്നുള്ളൊരു ഭാവത്തിലൊക്കെ നമ്മൾ ചെല്ലും. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആ വിഘ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ക്ഷീണം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം വരുന്ന സമയത്ത്, എൻ്റെ ഗുരുവായൂരപ്പ എന്താ ഞാൻ ചെയ്യുക, ആ ഒരു വിചാരം മതി, ആ ഭഗവാനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അത് തുടക്കത്തിലേ ഉണ്ടായ ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ വഴി കാണിച്ചു തരുന്ന കാണിക്കുകയാണ്. ഇവിടെ ദാ ഒരു മരച്ചില്ലെടുത്തും കൊണ്ട് അത് രണ്ടായി കയറി രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോഴേക്കും ഭീമസേനന് ക്ലൂ പിടികിട്ടി എന്നാണ്. ജരാസന്ധൻ വന്ന സമയത്ത് ആദ്യം വീഴ്ത്തിയതിനു ശേഷം ആ ശരീരം രണ്ടായി പിളർന്ന് രണ്ട് ഭാഗത്തേക്കും എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ജരാസന്ധനെ വധിക്കാൻ സാധിച്ചു. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ജനിച്ച സമയത്ത് രണ്ട് ഭാഗമായിട്ടാണ് ജനിച്ചത്. അപ്പൊ ആ കഥയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ സമയം അധികമാവുമെന്ന് അറിയില്ല. എന്തായാലും ജരാസന്ധന്റെ പിതാവ് അനേകം കാലം കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മഹർഷിവര്യനെ പൂജിക്കാനിടയായി. ആ മഹർഷിവര്യൻ അനുഗ്രഹിച്ചും കൊണ്ട് ഒരു പഴം കൊടുത്തു. ആ പഴം രണ്ടായിട്ട് പത്നിമാർക്ക്, രണ്ട് പത്നിമാരാണ് അദ്ദേഹത്തിന്. അങ്ങനെ ആ രണ്ട് പത്നിമാർക്കും പകുതി കൊടുത്തു. എന്താ രസം എന്ന് വെച്ചാൽ പ്രസവിച്ചത് രണ്ട് ഭാഗമായിട്ടാണ്. ഒരു പത്നി ഇടത് ഭാഗം പ്രസവിച്ചു, ഒരു പത്നി വലത് ഭാഗം പ്രസവിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് ആ ശവം വലിച്ചെറിഞ്ഞ സമയത്ത് ആ പ്രദേശത്ത്, ആ രാജ്യത്ത് ജര എന്ന് പറയുന്ന ഒരു രാക്ഷസി ജീവിച്ചിരുന്നു എന്നാണ്. ഈ ജര ഇവിടെ ഇങ്ങനെ ഒരു മാംസം കണ്ട സമയത്ത് ആദ്യം അത് പിടിച്ച് എടുത്ത് തിന്നാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ കണ്ടപ്പോൾ ഓമനത്തുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളാണ്. അപ്പം അത് കണ്ടപ്പോൾ ഇത് ഒന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാവും ആ കുമാരനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ട് ഭാഗവും എടുത്ത് ഒന്നിച്ച് പിടിക്കലും ആ രാക്ഷസിയുടെ മായാശക്തി കാരണം അത് ഒരു ശിശുവായി മാറി, ഒന്നായി മാറി. ആ ശിശു പെട്ടെന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ സന്തോഷമായിട്ട് രാജാവിന് കാഴ്ചവെച്ചു. ആ രാജാവ് സന്തോഷമായിട്ട് പുത്രനായിട്ട് എടുത്ത് വളർത്തി. ഇതാണ് ജരാസന്ധന്റെ പൂർവ്വകഥ. അങ്ങനെയുള്ള ജരാസന്ധനെ വധിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ജനിപ്പിക്കാൻ വേണ്ടി രണ്ട് ഭാഗം എടുത്ത് കൂട്ടിച്ചേർത്തത്, അതേ രീതിയിൽ രണ്ട് ഭാഗം വലിച്ചു കയറി വലിച്ചെറിഞ്ഞാൽ മാത്രമേ ഈ ജരാസന്ധനെ വധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് കാരണമാണ് ഭീമസേനന് അങ്ങനെ ആ ക്ലൂ പറഞ്ഞു കൊടുത്തത്. നമുക്ക് ഭീമസേനത് അറിയാൻ യാതൊരു മാർഗ്ഗമില്ല. ഭഗവാൻ എല്ലാം അറിയണ സർവജ്ഞനാണ്, ഭഗവാനെ ഇത് അറിയുള്ളൂ. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾക്ക് കിട്ടാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് കിട്ടുക എന്നർത്ഥം. എന്തായാലും അവിടെ വിജയശ്രീലാളിതരായിട്ട് അവർ തിരിച്ചു വരുന്നു. മഗധ ജയിച്ചതിന് ശേഷം മഗധയില് ജരാസന്ധന്റെ പുത്രനെ അവിടെ രാജാവായി വാഴിക്കണം. മാത്രമല്ല അവിടെ ആ തടവിൽ ആക്കിയിട്ടുണ്ടായിരുന്ന ആ രാജാക്കന്മാര് അവരെല്ലാവരെയും മോചിപ്പിക്കുകയാണ്. അവര് ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണിട്ട് ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട് ഭാഗവതത്തില്. ആ ഭാഗമൊക്കെ വളരെ പ്രസിദ്ധമാണ്.
പറയാണ് ജീവിതത്തിലെ ഏറ്റവും തുച്ഛമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് ഭഗവാനെ മറന്നുകൊണ്ട് ഞങ്ങൾ അനേകം കാലം ജീവിച്ചു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഭൃത്യഭാവത്തിൽ അങ്ങയെ സേവിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കാൽക്കൽ വീഴുന്ന സമയത്ത് അവർക്ക് ഭക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ. എന്തായാലും തിരിച്ചു വന്നു. രാജസൂയം തുടങ്ങാനുള്ള പുറപ്പാടായി. യുധിഷ്ഠിര മഹാരാജാവ് നടത്തുന്ന യാഗം ഈ ഭാരതഭൂമിയിലുള്ള സകല ആ രാജാക്കന്മാരെയും ജയിച്ചും കൊണ്ട് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അതിഗംഭീരമായിട്ട് നടത്തുന്നു രാജസൂയ യാഗം. നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല ചുമതലകൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നു ഭഗവാൻ തനിക്കായിട്ട് ഏറ്റെടുത്ത ചുമതല എന്താന്ന് വെച്ചാൽ ആ യാഗത്തിന് സജ്ജനങ്ങൾ വരുന്ന സമയത്ത്, ബ്രാഹ്മണർ വരുന്ന സമയത്ത് അവരുടെ കാല് കഴുകിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഭാവം, അതാണ് ഇത്രയും ഭഗവാൻ സ്വീകരിച്ചത്. നോക്കൂ, ഏറ്റവും വിനയ ഭാവത്തിൽ വേണം നമ്മൾ ഏത് സമയവും ആ മറ്റുള്ളവരെ സമീപിക്കാൻ, പ്രത്യേകിച്ച് സജ്ജനങ്ങളെ സമീപിക്കാൻ എന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ തന്നെ. ഈ ലോകത്തിന്റെ എല്ലാറ്റിന്റെയും അധിപനാണ് ഭഗവാൻ. ആ ഭഗവാൻ അവിടെ നിലത്തിരുന്നും കൊണ്ട് വരുന്ന അതിഥികളുടെ കാല് കഴുകിച്ചു എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ എന്തിനാണ് അഹന്ത കാണിച്ചു തരികയാണ് അല്ലേ. മറ്റുള്ളവരെ സേവിക്കണതിൽ തന്നെയാണ് ഏറ്റവും അധികം ശ്രേയസ് അല്ലേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അവരെ സേവിക്കുക, വിനയഭാവം ഉണ്ടാവുക എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും അധികം ശ്രേയസ് എന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ തന്നെ. ആ ഉദാഹരണം കാണിച്ചു തരികയാണ്. എന്തായാലും ഗംഭീരമായിട്ട് രാജസൂയം തുടങ്ങി. രാജസൂയത്തിന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമാണ് അഗ്രാസന പൂജ. ആ അഗ്രാസന പൂജയ്ക്ക് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ വേണം, വിശിഷ്ടനായിട്ടുള്ള ഒരാളെ വേണം അഗ്രാസനത്തിൽ ഇരുത്തി പൂജിക്കാൻ. അതിപ്പോൾ ആരെയാ വേണ്ടത്? ആർക്കും സംശയമൊന്നും ഉണ്ടായില്ല. കാരണം ഭഗവാൻ തന്നെയാണ് കൃഷ്ണനായിട്ട് അവിടെ ഇരിക്കുന്നത്. കൃഷ്ണനെ തന്നെയല്ലേ പൂജിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടല്ലേ രാജസൂയം നടത്തുന്നത് തന്നെ. എന്നാലും ഒരു ചോദ്യം അല്ലെ, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വേണ്ടേ അത് എന്നുള്ള ഭാവത്തിൽ ധർമ്മപുത്രരെ ചോദിക്കുമ്പോഴേക്കും സഹദേവരാണ് ആ പൂജയുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം. അദ്ദേഹം പറയുകയാണ്, നിസ്സംശയം പറയുകയാണ് ഭഗവാനെ തന്നെയാണ് പൂജിക്കേണ്ടത്. അത് കേട്ട സമയത്ത് സദസ്സിലുള്ള എല്ലാവരും സാധു സാധു എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഭഗവാനെ തന്നെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ അവിടെ ആനയിച്ചുകൊണ്ട് അഗ്രാസനത്തിലിരുത്തി ഗംഭീരമായിട്ട് പൂജിക്കണു. ഭഗവാനെ പൂജിച്ച് ആ ഭഗവാനിൽ സർവവും സമർപ്പിച്ച് ഭഗവാനെ ആരാധിച്ച സമയത്ത് ഈ സൃഷ്ടി മുഴുവൻ സന്തോഷിച്ചു എന്നാണ് പറയുക. കാരണം എന്താണ് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ, വൃക്ഷത്തിന് നമ്മൾ വേരിന് വെള്ളം കൊടുത്താൽ മതിയില്ലേ, എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. അതിന് വേണ്ട ആ പോഷണം എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. അതേപോലെ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഭഗവാൻ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നത് ഈ ഭഗവത് ശക്തി തന്നെയാണ്. അപ്പോൾ ഭഗവാനെ ഒരാളെ പൂജിക്കുമ്പോൾ എല്ലാവരെയും പൂജിച്ച ഫലമായി എന്നർത്ഥം. അങ്ങനെ ആ ഭഗവാനെ പൂജിച്ച് എല്ലാവരും സന്തോഷത്തിൽ അങ്ങനെ ഭഗവാന്റെ തീർത്ഥം തങ്ങളുടെ ശിരസിലൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി പുറപ്പെട്ടു ശിശുപാലൻ എന്നുള്ള ചൈത്യരാജാവ്. ആ ശിശുപാലന് പണ്ടേ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നാ ഭഗവാന്റെ കൂടെ. അത് ഇനിയിപ്പോൾ സപ്തമം പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. ഇതേ ശിശുപാലനാണ് പണ്ട് ജയവിജയന്മാരായിട്ട് ഇരുന്നിരുന്നതിൽ ജയൻ എന്നുള്ള ആ പാർഷദനാണ്. ആ വിഷ്ണു പാർഷദനായിട്ടുള്ള അദ്ദേഹം സനകാദി മഹർഷിമാര് വന്ന സമയത്ത് തടഞ്ഞത് കാരണം 3 ജന്മം ഭൂമിയിൽ വന്ന് ജനിക്കണം എന്നുള്ള ശാപം കിട്ടി. ആ ശാപം കിട്ടിയ സമയത്ത് ദ്വേഷബുദ്ധിയോടുകൂടി ഭഗവാനെ ആരാധിക്കാം, എന്നാൽ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താം എന്ന് പറഞ്ഞ സമയത്ത് ആദ്യ ജന്മത്തിൽ ഹിരണ്യകശിപുവായി വന്നു, രണ്ടാമത്തെ ജന്മത്തിൽ ഇതാ രാവണ കുംഭകർണന്മാരിൽ ഒരാളായി വന്നു, മൂന്നാമത്തെ ജന്മത്തിൽ ഇവിടെ ശിശുപാലനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ശിശുപാലൻ ആ കൊണ്ടുവന്നിട്ടുള്ള കർമ്മപ്രാരബ്ധം അനുസരിച്ച് തന്നെ അത് കഴിയാറായിട്ടുണ്ടെന്നാണ്. ഈ ജന്മത്തോടു കൂടി ഈ ഒരു സന്ദർഭത്തോടു കൂടി അത് കഴിയും. ആ ഭഗവാനെ അവിടെ അനേകം ചീത്ത വിളിക്കുകയാണ്. എന്തൊരു യോഗ്യതയാണ് ഇവനെ പിടിച്ചിവിടെ ഇരുത്തിയിട്ട് പൂജിക്കാനുള്ളത് അല്ലേ. ഇവിടെ മഹാന്മാരായ മഹർഷിമാരുണ്ട്, മറ്റുള്ള രാജാക്കന്മാരുണ്ട് അല്ലേ, ആ ഗുരുക്കന്മാരായിട്ടുള്ള ഭീഷ്മര് ദ്രോണര് മുതലായവരുണ്ട്. അവരെ ഒന്നും അല്ല അവിടെ ഇരുത്തിയിട്ടുള്ളത്, ഈ കൃഷ്ണനെയാണോ? എന്ത് യോഗ്യത അവനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകല്ലേ, ഠാണാവിൽ ജനനം വളർന്നതിടയ പെണ്ണിന്റെ കൈത്തൊട്ടിലിൽ പ്രാണൻ കാത്തതു പെൺകൊല കൊടുമയാൽ വിദ്യാലയം ഗോഗൃഹം ക്ഷോണീരംഭകളാം വ്രജാംഗനകൾ തഞ്ചാരത്വമുദ്യോഗം എന്താണാവോ തവ മേന്മ കംസവധമോ പാർത്ഥന്റെ സാരഥ്യമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാവത്തില് അവിടെ പറയുകയാണ് എന്ത് യോഗ്യത അവൻ ഇവിടെ പിടിച്ചിരുത്താനുള്ളത്, എന്ത് ഗുണാണ് ഇവനുള്ളത് അല്ലെ. ഇവന്റെ അച്ഛൻ ആരാണ്, ഇവന്റെ അമ്മ ആരാണ്? ചിലര് പറയുന്നു വസുദേവരും ദേവകിയാണെന്ന്, ചിലര് പറയുന്നു യശോദി നന്ദഗോപരുമാണെന്ന്. ആർക്കാണ് സത്യം അറിയാം? എന്ത് ഗുണാണ് ഇവനുള്ളത്, എന്ത് കുലാണ് ഇവനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അനേകം ചോദ്യങ്ങൾ അവിടെ ചോദിക്കുകയാണ്. ആചാര്യന്മാർ പറയും ചീത്ത വിളിക്കുകയാണെന്നുണ്ടെങ്കിലും സ്തുതിയാണെന്നാണ്. ഭഗവാൻ എന്ത് ഗുണാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, വിഷ്ണു പാർഷദനായ അദ്ദേഹത്തിന് മാത്രമേ അത് അറിയുള്ളൂ. ഭഗവാൻ നിർഗുണ പരബ്രഹ്മാണ്, ഒരു ഗുണവും ഇല്ലാത്ത ആളന്യ, ഒരു ഗുണവും ബാധിക്കാത്ത ആളന്യ അല്ലെ. ഭഗവാൻ എങ്ങനെയാ കുല ഉണ്ടാവുക, എങ്ങനെയാ വംശം ഉണ്ടാവുക
എല്ലാ കുലങ്ങളും എല്ലാ വംശങ്ങളും ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ആ ഭഗവാൻ എങ്ങനെ ഒരു കുലം തീരുമാനിക്കുക? അപ്പോൾ ഓരോ ശകാരവാക്കും അവിടെ പറയണത് ഒരർത്ഥത്തിൽ സ്തുതിയാണെന്നാണ് പറയുക. എന്തായാലും ഇങ്ങനെ ആ ശകാരിച്ച സമയത്ത് പിന്നെ ആയുധം എടുത്തും കൊണ്ട് പുറപ്പെടുകയാണ് ഭഗവാന്റെ നേർക്ക്. ഇത് കണ്ട സമയത്ത് പാണ്ഡവന്മാരും അതേ ആയുധം സ്വീകരിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭഗവാൻ അവരെ തടഞ്ഞുകൊണ്ട് ഇവിടെ 100 അപരാധം കഴിഞ്ഞു അല്ലേ, അപ്പോൾ ആ ചൈതന്യെ കൊല്ലാനായി എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അയക്കുകയാണ്. അങ്ങനെ അയച്ച സമയത്ത് ആ ശിശുപാലന്റെ ശിരച്ഛേദത്തിന് ശേഷം ആ ശിശുപാലിൽ നിന്ന് ഒരു ജ്യോതി ഭഗവാന്റെ ഉള്ളിൽ വന്ന് ലയിക്കുന്നത് എല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് നാരദ മഹർഷിയോട് ചോദിക്കുന്നത് ശിശുപാലൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പൂർവ്വജന്മത്തില് ഹിരണ്യകശിപു ആയിരുന്നതും ആ പ്രഹ്ലാദചരിതം കഥയൊക്കെ സപ്തമസ്കന്ധത്തില് ഈ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ചൈത്യനെ വധിച്ചു. പിന്നീട് ആ രാജസൂയ യാഗമൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭംഗിയായിട്ട് അവിടെ സമാപിപ്പിച്ചു. ആ സമയത്ത് എല്ലാവർക്കും സന്തോഷമായി. ആ വന്നിട്ടുള്ള എല്ലാ അതിഥികളും അതെ ധർമ്മപുത്രർ ജയിക്കട്ടെ, കൃഷ്ണർ ജയിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ അവിടെ എല്ലാ ജയാരവങ്ങളും മുഴക്കിക്കൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി തൃപ്തരായും കൊണ്ട് തിരിച്ചുപോയി എന്നാണ് പറയുക. ഈ സന്ദർഭത്തിൽ ആ കുടുംബത്തിലെ തന്നെ ഈ യുധിഷ്ഠിരന്റെ സഹോദരനായിട്ടുള്ള ആ ദുര്യോധനൻ, നമുക്കറിയാം മയം നിർമ്മിച്ച ആ സഭയിലേക്ക് അവിടെ ചെന്ന സമയത്ത് അവർക്ക് സ്ഥലജലഭ്രമം ഉണ്ടായി. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഭാരതത്തിലുള്ള. അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്ത് അവിടെ അപമാനിക്കപ്പെട്ട സമയത്ത് ഈ കണ്ടുകൊണ്ട് നിൽക്കണ ഭീമസേനൻ അതേപോലെ ദ്രൗപദി ദേവി ഇവരൊക്കെ പരിഹസിച്ച് ചിരിച്ചു എന്നാണ് പറയുക. അങ്ങനെ ചിരിച്ച സമയത്ത് ധർമ്മപുത്രർ പറയുന്നുണ്ട് അരുത് ചിരിക്കരുത്, പരിഹസിക്കരുത്, അദ്ദേഹം ധർമാത്മാവാണല്ലോ, അവിടെ പറയുന്നുണ്ട് ചെയ്യരുത് എന്ന് പറയുമ്പോഴും ഭഗവാൻ അവരുടെ നേർക്ക് നോക്കിയിട്ട് പ്രോത്സാഹിപ്പിക്കുക ചെയ്തതെന്നാ പറയുക, തടഞ്ഞില്ല എന്നാ പറയുക. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഭഗവാന്റെ സ്ക്രിപ്റ്റില് അടുത്തത് മഹാഭാരത യുദ്ധ, അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നടക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അവര് ചിരിക്കുന്നത് കണ്ടിട്ട് അത്രയധികം വിദ്വേഷം തോന്നി. എന്നിട്ടാണ് ചെന്നിട്ട് അവിടെ ആ ചൂതസഭ അതേപോലെ ദ്രൗപദിയെ അപമാനിക്കുന്ന ആ രംഗങ്ങൾ അതൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് മഹാഭാരത യുദ്ധം, അത് നമ്മൾ അടുത്ത ദശകത്തിൽ പറയും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒക്കെ നടക്കുന്നത് ഭഗവാന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ്. ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ എന്തിന് ഈ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്ത് ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ തോന്നാം. പക്ഷെ ഭഗവാൻ എല്ലാറ്റിനും കാരണമുണ്ട്, അത് തീർച്ചയാണ്. ഇവിടെ അത് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലജലഭ്രമം ദുര്യോധനൻ ഉണ്ടാവാനോ അത് കണ്ടുകൊണ്ട് ആ ദ്രൗപദി ദേവി ചിരിക്കാനോ, അത് ചിരിച്ചാലും ഇനിയിപ്പോൾ ദുര്യോധനൻ അറിയുന്നതിന് മുൻപ് ഭഗവാനെ തടഞ്ഞാൽ മതിയല്ല, പ്രോത്സാഹിപ്പിക്കുക ചെയ്തെന്നാ പറയാം. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ ഭഗവാന് കാരണമുണ്ട്. ആ മഹാഭാരത യുദ്ധം നടക്കേണ്ടതാണ്, ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ള സംഭവം. അപ്പൊ അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഭഗവാൻ അതിനുള്ള കാരണങ്ങളും ഉണ്ടാക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും അതെ, നമ്മുടെ കർമ്മപ്രാരബ്ധം അനുസരിച്ച് ഓരോന്നും നടക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കണു, അത് നടക്കണു. അപ്പോൾ നമുക്ക് ആ സമയത്ത് അതിന്റെ കാരണം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത്. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, ഇതിന്റെ എല്ലാറ്റിന്റെയും രചയിതാവായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ അടിയന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ രാജസൂയം എന്നുള്ള ഭാഗം മേൽപ്പത്തൂര് സമർപ്പിക്കുന്നത്. നമുക്കും അതേ ആ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. രാജസൂയം അതിശ്രേഷ്ഠമായിട്ടുള്ള അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം. അപ്പോൾ ആ ഭാഗവതേ ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. തതോ മഗധ ഭൂഭൃതാചിരനിരോധ സംക്ലേശിതം ശതാഷ്ടകയുധായുധദ്വിതയമീശ ഭൂമിഭൃതാം അനാഥ ശരണായ തേ കിമപി പൂരുഷം പ്രാഹിണോദയാജത സമാഗത ക്ഷപണമേവ കിം ഭൂയസാ യാസുരഭിമാഗധം തദനു നാരദോദീരിതാ യുധിഷ്ഠിരമഖോദ്യമാദുഭയകാര്യപര്യാകുല വിരുദ്ധ ജൈനോധ്വരാദുഭയ സിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈ സമം പുരമിയേഥ യൗധിഷ്ഠിരിം അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജർമഹിം ഭവദപംഗസംവർദ്ധിതൈ ശ്രയം നിരുപമാം വഹന്നഹ ഭക്തദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം ഗിരിവ്രജപുരം ഗദാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം അപൂർണസുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുധ്വാ സ്ഥിത അശാന്തസമരുദ്ധതം വിടപപാടനാ സംജ്ഞയാ നിപാത്യ ജരസസ്സുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതിന്മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിഥ ഗദസ്പൃഹാനപി ച ധർമ്മഗുപ്ത്യൈ ഭുവ
प्रचकृषि युधिष्ठिरे तदनुराजसूयाध्वरं प्रसन्नभृतकीभवत् सकलराजकव्याकुलं त्वमप्यै जगत्पते द्विजपदावनेजादिकं चकर्थ किमु कथ्यते नृपवरस्य भाग्योन्नति ततः सवनकर्मणि प्रवरमग्रपूजाविधिं विचार्य सह देववागनुगतः स धर्मात्मजा व्यधत्त भवते मुदा सदसि विश्वभूतात्मने तदा स सुरमानुषं भुवनमेव तृप्तिं दधौ ततः सपदि चेदिपो मुनिनृपेषु तिष्ठत्स्वहो सभाजयति को जडः पशुपदुर्दुरूढं वडुम् इति त्वयि च दुर्वचो विदति मुद्वमन्नासनादुदावददुदायुध समवदन्नमुं पाण्डवा निवार्य निजपक्षगानभिमुखस्य विद्वेषिणा त्वमेव च हृषे शिरो दनुजदारिणा स्वारिणा जनुस्त्रितयलब्धया सततचिन्तया शुद्धधी त्वया च परमे गतामधृतयोगिनां दुर्लभां ततः सुमहिते त्वया क्रतुवरे निरूढे जनो ययौ जयति धर्मजो जयति कृष्ण इत्यालपन् खलः स तु सुयोधनो धुतमनाः सपत्नश्रिया मयार्पितसभामुखे स्थलजलभ्रमादभ्रमी तदा हसितमुत्थितं द्रुपदनन्दना भीमयोरवाङ्गकलया विभो किमपि तावदुज्जृम्भयन् धराभरनिराकृतौ सपदि नाम बीजं वपन् जनार्दनमरुत्पुरी निलय पाहि मामयात्. ഗുരുവായൂരപ്പ ശരണം.